السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം: ഇന്നമ തഹ്സുലുൽ ഹുമൂമു വൽ ഗുമൂമു വൽ അഹ്സാനു മിൻ ജിഹതൈൻ. ഒരു മനുഷ്യന് ടെൻഷനും അതുപോലെ തന്നെ ദുഃഖവും അതുപോലെ തന്നെ കൂടുതൽ വെറുതെ ചിന്തിച്ചിരിക്കുക, ഈ രൂപത്തിലുള്ളതെല്ലാം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മിൻ ജിഹതൈനി, രണ്ട് രൂപത്തിലാണ് അയാൾക്ക് ടെൻഷനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ചിന്താ പ്രശ്നവും അതുപോലെ തന്നെ ദുഃഖങ്ങളുമെല്ലാം ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത് അഹദുഹുമ അർറഗ്ബതു ഫിദ്ദുനിയ വൽ ഹിർസു അലൈഹ. ഒന്നാമത് ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും അതിലുള്ള താല്പര്യവുമാണ് ഒരു മനുഷ്യന് കൂടുതൽ ദുഃഖത്തിലാകാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് ദുനിയാവ് എത്ര ലഭിച്ചാലും അതിനപ്പുറത്തേക്ക് ലഭിക്കണമെന്നായിരിക്കും. ദുനിയാവിൻ്റെ പിറകെ ഓടി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം, ചെറിയ നഷ്ടം പോലും അയാൾക്ക് ദുനിയാവിൽ സഹിക്കുന്നതിലും അപ്പുറത്തായിരിക്കും. സ്വാഭാവികമായും അത് അയാളെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും അതുപോലെ തന്നെ വലിയ ചിന്തകളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഇബാദത്തിലും മറ്റൊക്കെ കുറവ് വരുത്തുന്ന ആ രൂപത്തിലേക്ക് അയാളെ അത് മാറ്റാൻ പര്യാപ്തമാണ് എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യന് ഉഹദ് മലയോളം സ്വർണം ലഭിച്ചാലും ആ മനുഷ്യൻ ആഗ്രഹിക്കാൻ തന്നെയായിരിക്കും ഒന്നും കൂടെ ലഭിച്ചിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ദുനിയാവ് എത്ര നമുക്ക് ലഭിച്ചാലും അത് വീണ്ടും ലഭിക്കണമെന്നേ മനുഷ്യൻ്റെ സ്വാഭാവിക പ്രകൃതിയിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ ആഗ്രഹം വെച്ച് അതിൻ്റെ പിറകെ ഓടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ടെൻഷനും മറ്റു കാര്യങ്ങളും കൂട്ടുക മാത്രമാണ് ചെയ്യുക എന്നാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് തഖ്സീറു ഫി അഅമാലിൽ ബിദ്ദി വത്താഅ. നല്ല കർമ്മങ്ങളിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കർമ്മങ്ങളിൽ ഒരാളുടെ വീഴ്ച വരുത്തുക, അയാൾ കുറവ് വരുത്തുക. അയാൾ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രമായിരിക്കും അയാൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഖുർആൻ ഓതിയെന്ന് വെച്ചാൽ ഈ മാസത്തിൽ ചിലപ്പോൾ ഒരു പേജൊക്കെ ഓതിയിട്ടുണ്ടാവും. ആ രൂപത്തിൽ വളരെ കുറഞ്ഞു മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥ ഒരു മനുഷ്യന് സംജാതമായി കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അയാൾക്കും ടെൻഷനും അതുപോലെ തന്നെ ഇതുപോലെ ചിന്തയും മറ്റുമൊക്കെ കൂടുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് നല്ല കർമ്മങ്ങളിൽ കൂടുതൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഈ ദുനിയാവിൻ്റെ ശുഗലുകളിൽ നിന്ന്, അതായത് പറഞ്ഞാൽ ദുനിയാവ് തീരെ വേണ്ട എന്നുള്ളതല്ല, അത് ലഭിക്കാൻ വേണ്ടി അതൊരു എയിമാക്കി അതൊരു ഹമ്മാക്കി കൊണ്ട് നടക്കുക എന്നുള്ളത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം ഇതാണ്, നമുക്ക് ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുക മാത്രമാണത് ചെയ്യുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ ഖദർ അനുസരിച്ച് കൊണ്ട് മാത്രം ഇഷ്ടപ്പെടാനും ആഖിറത്തിലേക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.